ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് സിമ്പിളായിട്ടുള്ള ഒരു മുതിരത്തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 1 കപ്പ് മുതിര 6 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. വെള്ളത്തിൽ കുതിർത്ത് വെച്ചാൽ നമുക്കിത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആയിരിക്കും. കുതിർക്കാതെയും എടുക്കാം, കുറച്ച് കൂടുതൽ സമയം വേവിക്കേണ്ടി വരുന്നേ ഉള്ളൂ. ആദ്യം തന്നെ നമുക്ക് മുതിര വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കാം. ഇത് 2 വിസിൽ വന്നപ്പോൾ തന്നെ പാകത്തിന് വെന്തിട്ടുണ്ട്. 1/2 കപ്പ് ചിരകിയ തേങ്ങയിലേക്ക് 3 ചെറിയ അല്ലി വെളുത്തുള്ളി ചേർത്ത് ഒന്ന് ചതച്ച് വയ്ക്കാം. ഇത് അരയ്ക്കരുത്, ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. അതുപോലെ വെളുത്തുള്ളിയും കൂടിപ്പോകരുത്, കൂടിപ്പോയാൽ ടേസ്റ്റ് മാറും. പിന്നെ വേണ്ടത് ചെറിയുള്ളിയാണ്. ഞാനിവിടെ 12 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ഇതും ഒന്ന് ചതച്ച് വയ്ക്കാം. ചെറിയുള്ളിയാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക, ഇല്ലെങ്കിൽ മാത്രം സവാള എടുത്താൽ മതി. അപ്പോൾ ആദ്യം തന്നെ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുക്കാം. ഈ എണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടിത്തുടങ്ങുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ ചതച്ച ചെറിയുള്ളി ചേർക്കണം. ചെറിയുള്ളി ചേർത്ത് എണ്ണയിൽ വഴറ്റിയെടുക്കാം. ഇത് നന്നായിട്ട് വാടി ചെറുതായിട്ട് ഇതിൻ്റെ കളറ് മാറാൻ തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചതച്ച മുളക് ചേർക്കാം. മുളകിൻ്റെ അളവ് നിങ്ങൾ ഉപയോഗിക്കുന്ന മുളകിൻ്റെ എരിവ് അനുസരിച്ചിട്ട് മാറ്റം വരുത്തണം. ചതച്ച മുളക് ചേർക്കുമ്പോൾ തീ നന്നായിട്ട് കുറച്ച് വയ്ക്കണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇതിൻ്റെ ഒരു പച്ചമണം മാറി മുളക് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർക്കണമെന്ന് നിർബന്ധമല്ല, ചതച്ച മുളക് തന്നെ മതി. ഞാൻ അല്പം മുളക് പൊടി ചേർക്കാറുണ്ട്. ഇതും വഴറ്റി ഒന്ന് മൂത്ത് വരുമ്പോൾ നേരത്തെ ഒതുക്കി വെച്ച തേങ്ങ ചേർക്കണം. തേങ്ങ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് ഒരുപാട് ഡ്രൈ ആവാനായിട്ട് നിൽക്കണ്ട. എല്ലാം നന്നായിട്ടൊന്ന് മിക്സായി വരുമ്പോൾ നമുക്കിതിലേക്ക് വേവിച്ച് വെച്ച മുതിര ചേർക്കാം. അല്പം വേവിച്ച വെള്ളത്തോടെ വേണം മുതിര ചേർക്കാൻ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തീ കുറച്ചിട്ട് 2 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. 2 മിനിറ്റിന് ശേഷം വീണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ലാസ്റ്റ് അല്പം പച്ച വെളിച്ചെണ്ണ ചേർത്ത് മിക്സ് ചെയ്താലും നല്ലൊരു ടേസ്റ്റാണ്. ഈ മുതിരത്തോരൻ ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയും ഒക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.